നമുക്ക് വിംസ് ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും സാജിദ് അജ്മലുണ്ട്. സാജിദ്, 9 പേരെയാണ് നിലവിൽ വിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ 9 പേരിൽ ആരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്? മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ സാജിദ്. സൈഫുദ്ദീൻ, ഞാൻ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ ആരെല്ലാമാണ് ചികിത്സയിൽ എന്നുള്ള ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 9 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ ഈ സതീഷ് കുമാർ എന്ന SI, മേപ്പാടി SI ആണ്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പോകുമ്പോൾ പരിക്കേറ്റതാണ്. അദ്ദേഹത്തിന് ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റ് ആളുകൾക്ക് ഈ കാര്യമായ പരിക്കുള്ള ആളുകളുമുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. ഇപ്പോൾ ഈ ഡെപ്യൂട്ടി കളക്ടർ നമ്മോടൊപ്പം ചേരുന്നു. സാർ, ഇപ്പോൾ 9 പേരാണല്ലോ ഇവിടെ ഉള്ളത്. ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അത് ഡീറ്റെയിൽ ആയിട്ട് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് തന്നെ നോക്കണം. അല്ലെങ്കിൽ സ്റ്റേബിൾ എന്നാണ് നേരത്തെ കിട്ടിയ റിപ്പോർട്ട്. ഒരാൾ ഗുരുതരാവസ്ഥയിലുണ്ടോ? അത് എനിക്കറിയില്ല, അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റ ഒരാളുണ്ടല്ലേ? ഉണ്ട്. അത് റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ പരിക്കേറ്റതാണ്. ഈ ബാക്കി ഉള്ള വേറെ ഏതെങ്കിലും ആശുപത്രിയിലെ ആളുകളുണ്ടോ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ചാർജാണുള്ളത്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറാണ് സംസാരിച്ചത്. ഈ നാട്ടുകാരായ ആളുകൾ കൂടി ഉണ്ട്. ഷംസുദ്ദീൻ അരപ്പറ്റ. ഇവിടെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ സംഭവം നടന്നതിന് നേരെ ഇങ്ങ് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ഇവിടെ ഈ ഇവിടെ ഫുൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്, ഹിന്ദിക്കാരാണ് കംപ്ലീറ്റ്. ഒരു കൂടമ്പാൾ എന്ന് പറയുന്ന ഒരു പെണ്ണാണ്, മലയാളിയല്ല അവർ. കാരണം പക്ഷേ അവർ മീനാക്ഷി എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ദിലീപ് എന്ന് പറയുന്ന ആൾക്കാണ് കുറച്ച് ഗുരുതരമായ പരിക്കുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരും സന്ദർശിച്ചു, എല്ലാവരും സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ കാല് കൈപൊട്ട് അങ്ങനത്തെ ഇതുള്ളൂ. ഇത് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ച് അവർ ഈ കൂടമ്പാൾ എന്ന് പറയുന്ന ആൾ അവർ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ ബസ് കാത്തു നിൽക്കുമ്പോൾ നേരെ ഇത് ഒന്നിച്ച് വരുന്നുണ്ടപ്പോൾ ഓടിയതാണ്. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ SIനോട് ഞാൻ സംസാരിച്ചു. SI സാർ പറയുന്നത് വെച്ചാൽ അവർ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നു SI സാറ്. അപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു സ്ലാബ് ഒന്നിച്ച് വന്ന് ജീപ്പിലേക്ക് ഇടിക്കുക. അതായത് തലക്ക് പരിക്കൊന്നുമില്ല, ജസ്റ്റ് തലക്ക് ഇടിച്ചിട്ട് പോലീസ് ജീപ്പിലേക്ക് വന്ന് ഇടിച്ചു. ഒന്നിച്ച് വന്ന് ഇത് പോലീസ് ജീപ്പിലേക്ക് വന്ന് ഇടിച്ചെന്നാണ് പറയാൻ കഴിച്ചത്. ഞാൻ സംസാരിച്ചപ്പോൾ സാറോട് ഞങ്ങൾ നാട്ടുകാരും കൂടിയാണ് ഇവിടുത്തെ. അത് ഈ അപകടം നടന്നത് അറിഞ്ഞ് അങ്ങോട്ട് പോയതിനു ശേഷമാണ് സാറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മേപ്പാടി ടൗണിൽ നിന്ന് വേണം ഈ അപകട സ്ഥലത്തേക്ക് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞത് ഒന്ന് ഇടിഞ്ഞ് പിന്നീട് കുറച്ച് സമയം തുടർച്ചയായി നിന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്. അതായത് ഒന്ന് ഇടിഞ്ഞ് പിന്നെ ഒന്നിച്ച് ഒന്നിച്ച് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ലൈവിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഒന്നിച്ച് ഓടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും പരിക്കേറ്റ ആളുകൾക്ക് ഇവിടെ നിലവിലുള്ള ഒരാൾക്കല്ലാതെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഞാൻ അറിഞ്ഞറിയിൽ വലിയ പ്രയാസങ്ങളില്ല. എന്നാലും ഉണ്ട് കാലുപൊട്ട് കൈപൊട്ട്. 10 വയസ്സുള്ള ദിലീപിനാണ് ഈ കാര്യമായിട്ട് പരിക്കുള്ളത്. ചോദിച്ചപ്പോൾ MODയോട് ചോദിച്ചപ്പോൾ ദിലീപിനാണ് കൂടുതൽ പരിക്കുള്ളതെന്നാണ് പറഞ്ഞത്. ഗുരുതരാണോ എന്നറിയില്ല, അത് അവർക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കേസല്ല, നമുക്കറിയില്ലല്ലോ. എന്തായാലും തൊട്ടടുത്തുള്ള ആശുപത്രി ഈ ആശുപത്രി തന്നെയാണ്. അങ്ങോട്ടാണ് ഈ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ SIന് പരിക്കേറ്റിരുന്നല്ലോ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? കൃത്യമായിട്ട് അറിയില്ല, ഞങ്ങളിപ്പോൾ വന്നതാ, കൃത്യമായിട്ട് അറിയില്ല. മേപ്പാടി സ്റ്റേഷനല്ല. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഒരു സബ് ഇൻസ്പെക്ടർക്ക് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ നിലയും ആരോഗ്യനിലയും തൃപ്തികരമാണ്. ഇപ്പോൾ ഇവിടെ 9 പേരാണ് ഉള്ളത്. അതിൽ 19 വയസ്സുള്ള ദിലീപ് എന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്കായ ആണ് പരിക്കേറ്റിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് ഈ അത്ര പരിക്കില്ല. ഈ സതീഷ് കുമാർ എന്ന SI നിലവിൽ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന്